അന്തരിച്ച പ്രശസ്ത നടൻ സലീം കുമാറിന് എറണാകുളം ജില്ലയിൽ സ്മാരകം നിർമ്മിക്കുന്നതിന് 1 കോടി രൂപ വകയിരുത്തുന്നു. സലീം കുമാറിന് മലയാളികൾക്ക് ഓർക്കാൻ വേണ്ടിയിട്ട് ഒരു സ്മാരകത്തിന്റെ ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ പറയാട്ടാ. നമ്മുടെ ഈ 1 കോടി രൂപ കൊണ്ട് നമ്മുടെ നാട്ടിലുള്ള എത്ര ആൾക്കാർക്ക് ഗുണം ചെയ്യുന്നറിയോ? ഒരു സ്പോൺസർഷിപ്പ് കിട്ടാത്തതിന്റെ പേരിൽ നല്ല മീറ്റുകളിൽ പങ്കെടുക്കാൻ പറ്റാണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ കയറി ഇറങ്ങിയിട്ടുള്ള എത്ര പ്രതിഭകൾ നമ്മുടെ നാട്ടിലുണ്ട്. സ്പോർട്സിന്റെ നല്ല വിദ്യാഭ്യാസം ആഗ്രഹിച്ചിട്ട് എനിക്ക് ഈ വീഡിയോ ചെയ്ത സഹോദരനോട് പറയാമല്ലോ എന്താ, എൻ്റെ പൊന്നു സഹോദര എന്തെങ്കിലും കാണുമ്പോൾ ആരോട് സർക്കാരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പ്രതിനിധികളോട് വിളിച്ച് ചോദിക്കണം ഇതെന്താണ് സംഭവം. അല്ലെങ്കിൽ സലീംകുമാറിൻ്റെ പേരിൽ 1 കോടി രൂപയുടെ മ്യൂസിയം പണിയാൻ സർക്കാർ അത്ര വിഡ്ഢിത്തരമൊന്നും കാണിക്കാൻ പോകില്ല. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടതോ, അവിടെ മ്യൂസിയം വരുന്നുണ്ട്, ഗവേഷണ കേന്ദ്രം വരുന്നുണ്ട്, ഓഡിറ്റോറിയം എന്ന് വെച്ചാൽ വലിയ ഒരു ടൗൺ ഹാൾ പോലുള്ള വലിയൊരു ഓഡിറ്റോറിയം അവിടെ വരുന്നുണ്ട്, ലൈബ്രറി വരുന്നുണ്ട്. ഇതെല്ലാം ആ മ്യൂസിയത്തിനകത്ത് വരുന്നുണ്ട്. മീൻസ് സർക്കാർ ഉദ്ദേശിക്കുന്നത് സർക്കാരിന് ഒരു വരുമാനം കൂടി അതിൽ നിന്ന് ലഭിക്കണം എന്നുള്ള രൂപത്തിലാണ് അവിടെ ഒരു മ്യൂസിയം ഇത് ഒരു സ്മാരക മന്ദിരം പണിയുന്നത്. അല്ല നിങ്ങളെന്ത് കരുതി ഇവിടെ പല പാർട്ടിക്കാരും ഉണ്ടാക്കുന്ന പോലെ സ്മാരക മന്ദിരം എന്ന് പറഞ്ഞിട്ട് വലിയ കോട്ട കെട്ടിയിട്ട് അതുകൊണ്ട് പോരല്ല, അവിടെ നിന്ന് പോരല്ല ചെയ്യണം. അവിടെ ലൈബ്രറി, ഗവേഷണ കേന്ദ്രം വരുന്നുണ്ട്, ലൈബ്രറി വരുന്നുണ്ട്, മ്യൂസിയം വരുന്നുണ്ട്, ഓഡിറ്റോറിയം വരുന്നുണ്ട്. സാംസ്കാരിക ഓഡിറ്റോറിയം, ഇത് പരിപാടികൾ നടത്താൻ പറ്റിയ വലിയ ഓഡിറ്റോറിയം വരും. അപ്പോൾ ഇതൊക്കെ പഠിക്കണം. ഇതൊക്കെ അറിയുന്നവരോട് ചോദിക്കണം ഇതെന്താണ് അവിടെ വരാൻ പോകുന്നത്, എന്നിട്ട് വേണം അതിനെക്കുറിച്ച് റിയാക്ട് ചെയ്യാനും വീഡിയോ ചെയ്യാനും. ഇതൊന്നും അറിയാതെ VD സതീശൻ അത് പ്രഖ്യാപിച്ചു എന്നും പറഞ്ഞ് വീഡിയോ ചെയ്യല്ല പൊന്നു സുഹൃത്തെ. ആദ്യം അതിനെക്കുറിച്ച് പഠിക്ക്. എന്നിട്ട് അല്ലെങ്കിൽ ഈ സർക്കാരുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും വ്യക്തികളോട് ചോദിക്ക്, എന്നിട്ട് വേണം വീഡിയോ ചെയ്യുക പ്ലീസ്. അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ ചാടി വീണ് വീഡിയോ ചെയ്യരുത്. ആദ്യം അതിനെക്കുറിച്ച് പഠിക്കണം കേട്ടോ.